അവസരം കൊടുത്തിട്ട് അവസാനം വീടുകളിൽ തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ മൂക്കത്ത് വലി വെച്ചിട്ട് കാര്യമില്ല. അവസരം നമ്മൾ സൃഷ്ടിച്ചു കൊടുത്തു. കൗമാരത്തിന്റെ പ്രായം പൊട്ടിത്തെറിയുടെ പ്രായമാണ്, രക്തം തിളയ്ക്കുന്ന പ്രായമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ അതൊക്കെ എടുത്ത് വിശ്വസിച്ച് തലയിൽ കയറ്റി വെക്കുന്ന പ്രായം. ആ പ്രായത്തിൽ നല്ല ചിന്തകൾ പകർന്നു കൊടുക്കാതെ വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മൾ പകർന്നു കൊടുത്തു. അവസാനം എന്ത് സംഭവിച്ചു? നമ്മൾ കരയുകയാണ്. സംരക്ഷിക്കുമാറാകട്ടെ. പടച്ചറപ്പ് അത്തരമൊരു ദുരന്തം നമ്മുടെ കുടുംബങ്ങളിൽ വരുത്താതിരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നമസ്കാരം, അച്ചടക്കം, നല്ല ശീലങ്ങളൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ നല്ലൊരു കുടുംബമായി നമ്മൾ മാറുക. ഈ കുടുംബ ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം പറഞ്ഞത് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന. മാതാപിതാക്കളെ സ്നേഹിക്കാതെ ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യമില്ല. മാതാപിതാക്കളെ സ്നേഹിക്കാതെ പള്ളിയിൽ പോയി കരഞ്ഞിട്ടും തവാഫ് ചെയ്തിട്ടും അവിടെ അങ്ങ് കഅബയിൽ പോയി തവാഫ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുമ്പോൾ പോലും സഹാബികളുടെ കൂട്ടത്തിൽ വാർദ്ധക്യ സഹജമായ കടുത്ത പരീക്ഷകൾ നേരിടുന്ന മാതാപിതാക്കളുടെ മക്കളുണ്ടെങ്കിൽ അവരോട് പറയും, പോ മോനെ, അവിടെ പോയിരിക്കും, അവിടെയാണ് നിന്റെ സ്വർഗം. ഇവിടെ ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ട് നിന്റെ ശരീരം തുണ്ടം തുണ്ടമായി മാറി നീ ഷഹീദാവുന്നതിലും നിനക്ക് പുണ്യമുള്ളത് ജീവിച്ചിരിക്കുന്ന നിന്റെ മാതാവിന്റെ അടുക്കൽ പോയി നീ അവർക്ക് സുഖാന്വേഷണങ്ങൾ നടത്തി, ക്ഷേമാന്വേഷണങ്ങൾ നടത്തി അവർക്ക് നീ സൗകര്യം ചെയ്തു കൊടുക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോൾ മറ്റൊരു സംഗതി കൂടി സാന്ദർഭികമായി ഓർത്തു പോവുകയാണ്. എന്താ സംഗതി എന്നറിയുമോ? ഒരു മനുഷ്യൻ മുആവിയത്തു സലമി എന്ന പേരുള്ള ഒരു സഹാബി, പിന്നീട് സ്വഹാബിയായി, അദ്ദേഹം പ്രവാചകന്റെ അടുത്തേക്ക് ഹിജ്റ ചെയ്തു വന്നു. സ്വന്തം നാട്ടിൽ നിന്ന് മദീനയിൽ താമസിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ആ കാലഘട്ടത്തിൽ പ്രവാചകനെ അന്വേഷിച്ചു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഞാൻ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫഖുൽതു യാ റസൂലല്ലാഹ്, പ്രവാചകനേ, ഇന്നി കുന്തു അറത്തുൽ ജിഹാദ മഅക്, പ്രവാചക അങ്ങയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രവാചകരെ, യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ജിഹാദിന് പുറപ്പെടാനാണ് ഞാൻ വരുന്നത്. സ്വന്തം ശരീരം ഞാൻ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ. എന്റെ ശരീരം നശിച്ചു പോയാലും, എന്റെ കഴുത്തിൽ നിന്ന് തടലും, എന്റെ കഴുത്തിൽ നിന്ന് ഉടല് വേർപെട്ടു പോയാലും, തല വേർപെട്ടു പോയാലും പ്രവാചകരെ എനിക്ക് പ്രശ്നമില്ല, നിങ്ങളോടൊപ്പം എനിക്ക് യുദ്ധം ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞെന്തെന്നറിയോ? കേട്ടോളൂ സഹോദരങ്ങളെ. അത് മുഖേന എനിക്ക് ദുനിയാവിൽ ഒരു പ്രശസ്തി ഉണ്ടാകണമെന്നല്ല, 4 പേര് ചേർന്ന് എന്നെ കുറിച്ച് നല്ല വർത്തമാനം പറയണമെന്നല്ല, മറിച്ച് എന്റെ ആഗ്രഹം അല്ലാഹുവിന്റെ വജ്ഹാണ്, പരലോക ജീവിതത്തിന്റെ എളുപ്പമാണ്. അതിനാ ഞാൻ യുദ്ധം ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് എന്നെയും കൂടി അങ്ങയുടെ സൈന്യത്തിൽ ഉൾപ്പെടുത്തണം. റസൂലുള്ളാഹി പറയുകയാണ്, നിനക്ക് നാശം, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുൽതു നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഞാൻ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ പ്രവാചകൻ പറയുകയാണ്, വൈഹക് ഇൽസം റിജ്ലഹാ ഫതമ്മൽ ജന്ന, എങ്കിലാ മാതാവിന്റെ കാൽക്കൽ നീ ചെന്ന് പിടിച്ചോ, ആ കാൽക്കൽ നീ ഉണ്ടായിക്കോ, അവരുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോ, ആ ഉമ്മയുടെ നല്ല മകനായി മാറിക്കോ. ഇൽസം റിജ്ലഹാ ഫതമ്മൽ ജന്ന, എങ്കിൽ അവിടെയാണ് നിനക്ക് സ്വർഗമുള്ളത്. എന്റെ കൂടെ വന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി മരിക്കുന്നതിലേറെ നിനക്ക് സ്വർഗം പ്രതീക്ഷിക്കാവുന്നത് വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ചിരിക്കുന്ന നിന്റെ മാതാവിന്റെ കാൽക്കീഴിൽ പോയി അവരുടെ പൊന്നുമോനായി മാറി അവരുടെ കാല് തടവിക്കൊടുത്ത് അവരുടെ അസുഖങ്ങൾ അന്വേഷിച്ച് അവരുടെ വേദനകളിൽ അവരോടൊപ്പം നിന്ന് കുശലാന്വേഷണങ്ങൾ നടത്തി അവരെ ഒന്ന് തടവി അവരെ ഒന്ന് ഒഴിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്നോ. നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗമുണ്ട്. എന്ത് വേണം? ഈ ഒറ്റ സംഭവം തന്നെ പോരെ. പക്ഷേ ദാരുണമായ വേദനയോടുകൂടി പറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ വേദനിക്കുകയാണ്. പരിഗണനയില്ല, അവർക്ക് പരിഗണനയില്ല. മക്കളെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി അവര് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി, ഗൾഫിൽ പോയി, അവിടെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല പ്രൊട്ടക്ഷൻ ലഭിച്ചു, ഫാമിലി പ്രൊട്ടക്ഷൻ കിട്ടി. ഇവിടെ നിന്ന് ഫാമിലിയും മക്കളെ എല്ലാം തൂത്തുപറക്കി വേരോടെ കൊണ്ടുപോയി. ഇവിടെ 2 മനുഷ്യ കോലങ്ങൾ മാത്രം
എങ്ങനെ തെക്ക് വടക്കും നോക്കി നടക്കുക. നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു, നേരം വെളുക്കുന്നു വൈകുന്നേരമാകും. മകൻ വരും, മക്കൾ വരും, പേരക്കുട്ടികൾ വരും, ആരുമില്ല. അങ്ങനെ എത്രയോ മനുഷ്യ ജന്മങ്ങളുണ്ട്. ഈ പെണ്ണുങ്ങൾ വിചാരിച്ചിരിക്കുന്നറിയോ? പെണ്ണുങ്ങൾ സ്ത്രീജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് മാതാപിതാക്കളെ നോക്കുക എന്നുള്ള വീട്ടിലെ പുരുഷനുള്ളതാ, ആംഗ്ലമാർക്കുള്ളതാ, ഞങ്ങളുടെ ബാധ്യതയല്ലാണ്. ശരിയാണ്, ആ പറഞ്ഞത് പകുതി സത്യമുണ്ട്, അർദ്ധസത്യമുണ്ട്. ആംഗ്ലമാർക്ക് തന്നെയാണ്. മകനുണ്ടെങ്കിൽ ആ മകനെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന സംശയമില്ല. ആ പെങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ചുവപ്പടിയിൽ ജീവിക്കേണ്ടവർ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിലും, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അഥവാ ആൺകുട്ടികളില്ല, അവർക്ക് ആൺകുട്ടികളില്ല, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോഴോ അതേപോലെ ആൺകുട്ടി ഇവിടെ ഇല്ല, കുടുംബം പുലർത്താൻ മറ്റൊരു നാട്ടിലാണ് എങ്കിലോ ആരാ സംരക്ഷിക്കേണ്ടത്? നാട്ടുകാർ വരുമോ? നാട്ടുകാർ വരുമോ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ വന്നിട്ട് ആദ്യം ആരെ കുറ്റപ്പെടുത്തുക? ഗൾഫിൽ നിൽക്കുന്നവരില്ല, ഇവിടെ നിൽക്കുന്നവരെ കുറ്റപ്പെടുത്തുക. അപ്പൊ കുറ്റപ്പെടുത്തുന്നതിനെ പേടിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഓർത്തോളൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗമുണ്ട്, നമുക്ക് സ്വർഗ്ഗമുണ്ട്. പെൺമക്കളെ, നിങ്ങൾ മാതാവിനെ സംരക്ഷിച്ചോളൂ. നിങ്ങൾ വാർദ്ധക്യത്തിലെത്തുമ്പോ നിങ്ങൾ അരുമയായി വളർത്തുന്ന നിങ്ങളുടെ കുട്ടികളുണ്ടല്ലോ, അവര് നിങ്ങൾ സംരക്ഷിക്കണോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇവിടെ വെച്ച് നിങ്ങൾ ആ മാതാപിതാക്കളെ സംരക്ഷിക്കണം. മാതാപിതാക്കൾ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കൂലി പരലോകത്തേക്ക് പടച്ചു മാറ്റി വെക്കില്ല. രണ്ട് കാര്യത്തിന് അല്ലാഹു പരലോകത്തേക്കുള്ള ശിക്ഷയ്ക്ക് പുറമെ ദുനിയാവിൽ കൊടുക്കും. നമുക്കറിയാം, ഷിർക്ക് ഉണ്ടല്ലോ. ഷിർക്ക് എന്താ? ഷിർക്ക് എന്താ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ പങ്കു ചേർക്കുക, അല്ലേ? അതിന് പോലും അല്ലാഹു ഇവിടെ നല്ല ശിക്ഷ കൊടുക്കുക. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഷിർക്കാണ് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം. അത് ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെ മരിച്ചുപോയ പരലോകത്ത് രക്ഷയില്ല. എന്നാൽ ഷിർക്ക് ചെയ്യാത്തൊരു വ്യക്തി, അയാൾ നമസ്കരിച്ചിരുന്നു, പക്ഷേ ഇടയ്ക്കെപ്പോഴോ അയാൾ മദ്യപിച്ചു, ഇടയ്ക്കെപ്പോഴോ വ്യഭിചരിച്ചു, ഇടയ്ക്കെപ്പോഴോ പലിശയ്ക്ക് വാങ്ങി, അയാൾ പശ്ചാത്തപിച്ചില്ല. പക്ഷെ പരലോകത്ത് അല്ലാഹുവിന് വേണമെങ്കിൽ റബ്ബിന്റെ വിശാലമായ മഗ്ഫിറത്തിൽ ഉൾപ്പെടുത്തി പുറത്തു കൊടുക്കാം, അല്ലെങ്കിൽ അല്ലാഹു വിശേഷിക്കാം. അധികാരം റബ്ബിന് മാത്രമാണ്. ഒരാൾ ഷിർക്ക് ചെയ്തു പശ്ചാത്തപിക്കാതെ മരിച്ചു, അവൻ അല്ലാഹു പുറത്തു കൊടുക്കില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പടച്ചവനോട് പങ്കു ചേർക്കുന്നവർ പൊറുക്കില്ല, മറ്റുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർ പുറത്തു കൊടുക്കും. മനസ്സിലായില്ലേ? എല്ലാവരും ചാടി കളിക്കാൻ വേണ്ടിയിട്ട് പടച്ചവനെ രക്ഷപ്പെട്ടു, ഇത്രയും നേരം നിന്ന് സമാധാനം, ഇനി എന്തും ചെയ്യാലോ അല്ല. പടച്ചവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പുറത്തു കൊടുക്കും, അതിന് ഇഷ്ടക്കാരാവണം, അത് വേറെ വിഷയം. ശരി, അതുകൊണ്ട് എല്ലാ കാര്യത്തിലും തൗബ ചെയ്ത് മടങ്ങി നിൽക്കണം എപ്പോഴും. ഞാൻ പറഞ്ഞു വരുന്നത്, ശിർക്കിന് പോലും അല്ലാഹു ഇവിടുന്ന് ഒരിക്കലും ശിക്ഷ കൊടുക്കില്ല. അതൊക്കെ പരലോകത്തെത്തിയിട്ട് പടച്ചറപ്പ് ഏറ്റവും കൂടുതൽ കോപിക്കുന്ന വിഷയമാണത്. എന്നിട്ട് പോലും സഹോദരങ്ങളെ, പക്ഷെ രണ്ട് കാര്യം അല്ലാഹു ഇവിടുന്ന് കൊടുക്കും. രണ്ട് കാര്യത്തിനുള്ള ശിക്ഷ അല്ലാഹു ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കും. അത് ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നതാണ്. ഏതാണ് രണ്ട് കാര്യമെന്നറിയുമോ? ഒന്ന്, മാതാപിതാക്കളെ ധിക്കരിക്കുക എന്നത്, മാതാപിതാക്കളെ വേദനിപ്പിക്കുക എന്നത്. അതേ വയലിൽ ചെയ്താൽ, പാടത്തിൽ ചെയ്താൽ വരമ്പത്ത് കൂലി എന്ന് പറയുന്നത് പോലെ ഇവിടുന്ന് തന്നെ കിട്ടും, ഇവിടുന്ന് തന്നെ കിട്ടും. മരിക്കണ വരെ കിട്ടിയില്ല, അല്ലെ വാർദ്ധക്യത്തിൽ വരെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ധിക്കരിച്ചതിന്റെ പേരിൽ ഒരു ശിക്ഷ കിട്ടിയില്ല. അൽഹംദുലില്ലാഹ്, പടച്ചോനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നിങ്ങളെ മക്കളുണ്ടോ? ആ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പടച്ചോൻ ഇവിടെ വെച്ച് തരും, ഒരു സംശയമില്ല. രണ്ട് കാര്യങ്ങളിൽ അല്ലാഹു ഇവിടെ വെച്ച് തന്നെ തീർപ്പ് കൽപ്പിക്കും. അവിടുത്തത് വേറെ, അദ്ദുനിയാ നെല്ലും വിത്തും ആഖിറത്തിൽ തല്ലും കുത്തും എന്നിങ്ങനെ പണ്ടുള്ളവർ പറയാം. ദുനിയാവിൽ ഇങ്ങനെ നെല്ലും വിത്തും ഒക്കെ ആയിട്ട് നടന്ന് അള്ളാനെ മറന്ന് നമസ്കാരം മറന്ന് ഇങ്ങനെ നിൽക്കുക. പരലോകത്തോ ഫിൽ അല്ലും കുത്തും, അവിടെ ചെന്നപ്പോ നരകത്തിൽ ഇടിയും തുടി മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരിമാരെ, സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങളിൽ ഒന്നതാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ. ആരെങ്കിലും ഉണ്ടോ? അവരോട് പറയുക, മാപ്പ് പറയുക. അമ്മ പൈസ അയച്ചു തരാഞ്ഞത്, പാപ്പ പൈസ അയച്ചു തരാഞ്ഞത് എൻ്റെ ചില ദുർവാശി കാരണത്താലാണ്, അതുകൊണ്ട് എന്നോട് പുറത്തു തരണം. നിങ്ങൾക്കുള്ള ചിലവ് ഞാൻ തരാം, ആര് തന്നോട്ടെ, മക്കൾ ആരൊക്കെ കൊടുത്തോട്ടെ, പക്ഷേ എൻ്റെ ഓഹരി ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളോട് ഞാൻ കണക്ക് ചോദിക്കില്ല. എന്നെ ഇത്രയും വലുതാക്കിയതിൻ്റെ പിന്നിൽ അള്ള കഴിഞ്ഞാൽ പിന്നല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ലേ? ദുനിയാവിന്ന് കിട്ടും, വല്ലാഹി സുമ്മ ബില്ലാഹി, ദുനിയാവിന്ന് കിട്ടും. നമ്മുടെ ഒരു പണ്ഡിതൻ ഗൾഫിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിച്ചു മാതാപിതാക്കളോടുള്ള കടമയെ കുറിച്ചാണ് ക്ലാസ്.
അങ്ങനെ എടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സഹാബിയാണ്, ഉമർ ഇബ്നു ഖത്താബിന്റെ മകനാണ്. അദ്ദേഹം ഒരിക്കലും കഅബത്ത് വെച്ച് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഒരു വ്യക്തി തന്റെ പ്രായാധിക്യമുള്ള വയസ്സായ ഉമ്മയെ തോളത്തിങ്ങനെ എടുത്തു വെച്ചിട്ട് ആ വിശാലമായ മതാഫിലൂടെ തവാഫ് ചെയ്യാണ്. ഉമ്മാനെ തോളത്ത് വെച്ച് ഇപ്പോഴും ആ രംഗങ്ങൾ നമ്മൾ അവിടെ നമ്മളൊക്കെ മറ്റൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് അല്ലേ? മുതിർന്നവരെയൊക്കെ തോളത്ത് വെച്ചിട്ട്. അതേപോലെ തന്നെ അവിടെ മറ്റേ ഇതുകൊണ്ട് വീൽ ചെയറും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിങ്ങനെ തോളത്ത് വെച്ച്, അന്ന് വീൽ ചെയറൊന്നും ഇല്ലല്ലോ, തോളത്ത് വെച്ചിട്ട് ഉമ്മാനെ തോളത്ത് വെച്ചിട്ട് ഈ ചെറുപ്പക്കാരനായ മകൻ ഇങ്ങനെ തവാഫ് ചെയ്തു. അവസാനം അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന സഹാബിയുടെ അടുത്ത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്റെ മാതാവിനോടുള്ള കടപ്പാട് ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് ചോദിച്ചു. മനസ്സിലായി? കഅബയ്ക്ക് വീതി ഒന്നും കൂടി, കഅബ അന്നൊന്നും അങ്ങനെ ഞാൻ വീതിയിൽ തന്നെ പുതുക്കി പണിയുന്നു, ഇഷ്ടികകൾ മാറ്റുന്നു, കല്ലുകൾ മാറ്റുന്നു എന്നല്ലാതെ കഅബയുടെ വീതി അന്നൊന്നും തന്നെയല്ലേ. പിന്നെ മത്താഫിൽ ഏതായാലും അങ്ങനെ തന്നെ കിടങ്ങണം. അന്നും തിരക്കാം, ഇന്നും തിരക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നും ഉമർ ഇബ്നു ഖത്താബിനോട് പറഞ്ഞു, ഉമറേ നിങ്ങളൊക്കെ ശരീരമുള്ള മനുഷ്യരാ, അതുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ ആരോഗ്യമില്ലാത്തവരെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പൊ മനസ്സിലായി അന്നും തിരക്കുണ്ടെന്ന് മനസ്സിലായില്ലേ? അന്നും തിരക്കുണ്ട്. അപ്പോ ആ തിരക്കിനിടയിൽ വിശാലമായ മതാഫിൽ ഇങ്ങനെ തവാഫ് ചെയ്തിട്ട് ക്ഷീണിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ സഹാബിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, എന്റെ മാതാവിനോടുള്ള കടപ്പാട് ഇതുകൊണ്ട് തീരുമോ? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും തീരില്ല. തവാഫ് ചെയ്തു, എടുത്ത് തോളത്ത് വെച്ചിട്ട് വിചാരിച്ചാലും മാതാവിനുള്ള കടപ്പാട് തീരില്ല. ആകെ 7 വട്ടമാണ് നീ നിന്റെ മാതാവിനെ ചുമന്നത്. 10 മാസമാണ് നിന്നെ ആ മാതാവ് ഗർഭത്തിൽ ചുമന്നുകൊണ്ട് നടന്നു. 10 മാസം 10 മിനിറ്റ് എടുക്കും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഏറിയാൽ ഇത് എടുക്കുള്ളൂ. അത് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഈ സംഭവം ഈ പണ്ഡിതൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചപ്പോ പ്രസംഗം കഴിഞ്ഞ് ഒരു മാന്യനായ സുഹൃത്ത് വന്നിട്ട് നമ്മുടെ ഈ പണ്ഡിതന്റെ മുമ്പിൽ കരയാൻ തുടങ്ങി. സുദീർഘമായി കരയും. കരച്ചിലിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു, മൗലവി എനിക്ക് അല്ലാഹു കൊടുത്തു തരുന്നു. എന്താ കാര്യം? നിങ്ങളുടെ ഇന്നത്തെ പ്രസംഗം എന്നെ വല്ലാതെ തളർത്തി, എൻ്റെ ചിന്തകളെ തൊട്ടുണർത്തി, എൻ്റെ തീരുമാനങ്ങൾ മാറ്റിമറിക്കപ്പെട്ടു. എന്താ കാര്യമെന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മയെ ഞാൻ പരിഗണിക്കില്ലായിരുന്നു. ഞാനിങ്ങനെ ഗൾഫിൽ വന്നു, ഷാർജയിലോ യുഎയിലെ ഏതോ എമിറേറ്റിലാണ് ആ സംഭവം. അവിടെ ജോലി ചെയ്യുമ്പോൾ വൃദ്ധയായ മാതാവ് എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും എൻ്റെ ഉമ്മാക്ക് ഒരു ഫോൺ കൈമാറണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നെറ്റിലായിരിക്കും വിളിക്കുക. നെറ്റിൽ സുദീർഘമായി മണിക്കൂറുകളോളം ഭാര്യയും മക്കളുമായിട്ട് സംസാരിച്ചും സല്ലപിച്ചും നേരം കളയുമ്പോൾ നീറുന്ന ഹൃദയവുമായി ഒരു മാതാവ് അവിടെ ഉണ്ട്. ഒന്ന് കൊടുക്കട്ടെ എന്ന് ഭാര്യയും പറഞ്ഞിട്ടില്ല, കൊടുക്കണമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. അത്രയും നികൃഷ്ടനായിരുന്നു മൗലവി ഞാൻ. എനിക്ക് അല്ലാഹു മാപ്പ് തരുന്നു. ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ ഒരു അരുതായ്മ സംഭവിച്ചു. അതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി എനിക്ക് ഭാര്യ വിളിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നെറ്റിലല്ല വിളിച്ചത്, ഞാൻ സാധാ ഫോണിൽ, എൻ്റെ ഫോണിൽ നിന്ന് നാട്ടിലുള്ള ഫോണിലേക്ക് വിളിച്ചു. പൈസ ഒരുപാടാകും, നെറ്റ് വിളിക്കുന്നത് പോലെയല്ല. പെട്ടെന്നൊരു കാര്യം എനിക്ക് അർജന്റായിട്ട് പറയണം. അങ്ങനെ ഞാൻ പ്രതീക്ഷയോടുകൂടി ഭാര്യ ഫോൺ എടുക്കുമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോൾ ഹലോ എന്ന് ഞാൻ പറഞ്ഞു. മറുതലക്കൽ പറയാറുന്ന ഒരു പതിഞ്ഞ ശബ്ദം അതെൻ്റെ മാതാവാണെന്ന് മനസ്സിലാക്കി. ഹലോ എന്ന് പറഞ്ഞപ്പോൾ മാതാവാണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ കാര്യം പറഞ്ഞു തീർക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഞാനങ്ങ് കട്ട് ചെയ്തു. മൗലവി എനിക്ക് മാപ്പ് തരുമോ പടച്ചോ? റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഞാനങ്ങ് കട്ട് ചെയ്തു. എനിക്ക് മാപ്പ് തരുമോ? ആ മനുഷ്യൻ കരയുകയാണ്. നരച്ചോക്കി സമാനമായ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അന്ന് ഇവിടുന്ന് തരും, അന്ന് ഇവിടുന്ന് തരും, പരലോകത്ത് വേറെ തരും. അള്ളാഹു നമ്മളെയൊക്കെ മാതാപിതാക്കളെ പുണ്യപോലെ സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അതേപോലെ രണ്ടാമത്തെ കാര്യം വ്യഭിചാരമാണ്. വ്യഭിചാരത്തിനുള്ള ശിക്ഷ അള്ളാഹു ഇവിടുന്ന് തന്നെ തുടങ്ങും, പരലോകത്തേക്ക് വേറെ ഉണ്ടാകും. ഈ 2 കാര്യത്തിനും അള്ളാഹു ഇവിടുന്ന് തുടങ്ങും. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുടുംബ ബന്ധം എന്നുള്ളത് ഇസ്ലാമിലെ അടിസ്ഥാനമായ ഒരു ബന്ധമാണ്. ഒരുവൻ സത്യവിശ്വാസിയായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അവന്റെ കുടുംബ ബന്ധങ്ങളെ അവൻ പാലിക്കണം. മാതാവ് അവിശ്വാസിയാണെങ്കിൽ പോലും, പിതാവ് അവിശ്വാസിയാണെങ്കിൽ പോലും അവരോട് മാന്യമായ വാക്ക് പറയണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അവർക്ക് വേണ്ടുന്ന ഭൗതികമായ വിഭവങ്ങൾ ഒരുക്കി കൊടുക്കണം. അവരോട് അകലം പാലിക്കരുത്,
ശിർക്കിൽ, അന്ധവിശ്വാസത്തിൽ അവരോട് സഹകരിക്കണ്ട. പക്ഷേ ആ മാതാവിനും പിതാവിനും വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും നിങ്ങൾ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബത്തി എന്ന് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്ന, നബിയെ, ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെടേണ്ടത്?